ഹലോ. ആ ഞാൻ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ എത്ര ദിവസമായി ചേട്ടാ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. നമ്മളൊക്കെ മറന്നാ? ഓ പറയുമ്പോ എന്തൊരു സ്നേഹമാണ്. അയ്യോ അരിമ പെങ്ങള് അനിയത്തി പെങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ 100 നാവാണ്. പക്ഷെ നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അനിയത്തിയെ കാണാൻ വരണമെന്ന് ഒരു ചിന്തയും ഇല്ല. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അത് ശരി. എന്നാലും ഞാൻ പിന്നെ ആരടുത്ത് പറയാം എന്റെ വിഷമം? വേറെ ആരും ഇല്ലല്ലോ. അച്ഛ എവിടെ? കഴിച്ചോ? കാപ്പി പിടിച്ചോ? ആ ഇത് പറയുന്നു. തന്നെ തന്നെ ആര്? സുഖമാമനാ? എന്നിട്ട് ഓ എന്തോന്നാണെന്ന് പറ പിന്നീട്. ഓക്കെ വിളിച്ചു പറഞ്ഞാ നിന്നാ വരണേ. ശരി ശരി. ആ പറയാം എല്ലാരോടും പറയാം. അച്ഛനോട് പറഞ്ഞേക്കേ. ഇങ്ങോട്ട് വരാതെ അവിടെ ഓരോ പണികളായിട്ട് അപ്പൂപ്പ എപ്പിച്ചോണ്ടിരിക്കണം. അമ്മ അതെ ഈ ഡ്രസ് കീറിയതാ. ഈ സാധനമൊക്കെ ഇളകി പോയി. ഞാൻ എങ്ങനെ ഇനി ആ ദിവ്യ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേക്ക് ഇട്ടോണ്ട് പോവും? ഇത് വാഷിംഗ് മെഷീനിലിട്ട് നനച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ വരുള്ളൂ. അമ്മ ഞാൻ 2 പ്രാവശ്യം ഷാമ്പൂലിട്ട് മുക്കി, അല്ലാതെ ഞാൻ ഒന്നും ചെയ്തില്ല. നോക്ക് ഈ സൈഡൊക്കെ പോയി. അയ്യോ സ്റ്റിച്ച് വിട്ടതല്ലേ? എടി സ്റ്റിച്ച് വിട്ടതൊക്കെ ഞാൻ തച്ചുതരാം. ദിവ്യയുടെ കൊച്ചിന്റെ ബർത്ത്ഡേക്കേ എനിക്ക് ഒരു ഉടുപ്പും ഇല്ലാതെ ഇരിക്കുവല്ലേ? എത്ര എണ്ണം ഉണ്ട്, അതിലേങ്ങോട്ട് ഇട്ടാ മതി. എല്ലാം പഴയതായില്ലേ അമ്മ. ഇനിയിപ്പോ പുതിയൊരു ഡ്രസ്സ് വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ കൊടുത്തിട്ട് കിട്ടുമ്പോ ഒരു സമയാവും. ഞാൻ എന്ത് ചെയ്യോ എന്തോ. ഡ്രസ്സ് വേണോ? ആണോ? ഞാൻ അച്ഛനോട് പറയാവേ. പറയോ? പക്ഷെ നിനക്ക് മാത്രം വാങ്ങിച്ചാൽ പറ്റില്ല, അവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അവൾ അറിയണ്ട. അവൾ അറിയാതിരിക്കുന്നില്ല. 2 എണ്ണത്തിനും വാങ്ങിച്ചു തരാൻ പറയാ അച്ഛൻ. എന്തായാലും ശരി, വാങ്ങിച്ചു തരുമല്ലോ. ഓ ഓക്കെ. അപ്പൊ ഇതുകൊണ്ട് അവിടെ ഇടാമ തച്ചു വെച്ചിരുന്നാ മതി. ഓക്കെ. വിസിലടിക്കണ രവിയേട്ട കേക്കണ്ട. ബ്രെഡ്, പഴം, ഉരുളക്കിഴങ്ങ്, ബ്രെഡ് ബോണ്ട, പഴംപൊരി, ഉരുളക്കിഴങ്ങ് ബജി, പരിപ്പൂട. ഇതൊന്നും ഈ കൺഫ്യൂഷൻ ആയാലും ഞാൻ എന്തോ ഉണ്ടാക്കും. പിള്ളേരെടുത്ത് ചോദിക്കാം. അവർക്കാകുമ്പോ അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ചോദിച്ചിട്ടുണ്ടാക്കുമ്പോ അവർക്കൊരു സന്തോഷം. ചോദിച്ചിട്ട് വരാവേ. റിങ്കി റിങ്കി മക്കളെവിടെ? അമ്മയുടെ സുന്ദരി കുട്ടികൾ ഇവിടെ ഇരിക്കായിരുന്നാ? ഞാൻ താഴേക്ക് നോക്കി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് തരും. അതിൽ നിന്ന് ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഓക്കെ? ആൻഡ് ഹിയർസ് യുവർ ഓപ്ഷൻസ്. 1 ഓപ്ഷൻ എ പഴംപൊരി, ഓപ്ഷൻ ബി പരിപ്പൂട, ഓപ്ഷൻ സി ബജ്ജി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻസ് എല്ലാം തിരഞ്ഞെടുക്കൂ. ആക്കിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം സെലക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി തരാന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട്. അമ്മക്ക് എന്ത് പറ്റിയമ്മ? എന്തെങ്കിലും പറ്റിയമ്മ? അല്ല, ഓപ്ഷൻസ് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നീ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്ന് പറയാൻ വേണ്ടിട്ടല്ലേ? അമ്മ ഒന്ന് പോയേ. അതെ, കളിച്ചോണ്ടിരിക്കാൻ എനിക്ക് സമയവും ഇല്ല. നിങ്ങൾ കാര്യം പറഞ്ഞാൽ ഉണ്ടാക്കി തരും, ഇല്ലെങ്കിൽ പറ്റൂല. എന്തോ ഇത് നല്ല സ്നേഹത്തോടെ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തരാന്ന് പറയുമ്പോഴത്തേക്കും മൈൻഡ് ചെയ്തിരിക്കണേ. എന്റെ പൊന്നമ്മ, എനിക്കും കളിച്ചോണ്ടിരിക്കാൻ സമയമില്ല, ഒരുപാട് പഠിക്കാനുണ്ട്. നീ പഠിച്ചോ? അല്ല ഇടയിൽ കൂടി കഴിച്ചോണ്ടും കൂടെ പഠിച്ചോ. നിനക്ക് അതല്ലേ ഇഷ്ടം? അമ്മ പോയപ്പോ തമാശ അറിയാതെ ചുമ്മാ വെറുതെ. തമാശയല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. സെലക്ട് ചെയ്ത് പറ എന്ത് വേണമെന്ന്. അല്ല, ഇത് അമ്മ തന്നെയാണോ പറയണേ? അല്ല, അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മ ഓടയിടുന്നു. എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ വേണ്ടി നമ്മൾ പുറകെ നടന്ന് കാല് പിടിച്ച് പറഞ്ഞാലും ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി തരില്ല. അമ്മയുടെ ഇഷ്ടമുള്ള സാധനം അമ്മ ഉണ്ടാക്കി തരും. ഇപ്പൊ പതിവില്ലാതെ എന്താണോ ആവും.
ചുമ്മാ കളിപ്പിക്കാനായിട്ട് രാവിലെ. നിങ്ങളുടെ അമ്മ തന്നെ മണിക്കുട്ടി തന്നെ ചോദിക്കാണ് നിങ്ങൾക്ക് എന്തോന്ന് വേണം പറ. നിങ്ങൾ പറ, അമ്മ ഉണ്ടാക്കി തരാം. അമ്മ കളിക്കാതെ പോവാമ. കളിയില്ല, നിങ്ങൾ പറ. എനിക്ക് ഈ ആർട്ടിക്കിൾ വായിച്ചു തീർക്കണം. അതിന്റെ ഫ്ലോ കളയാതെ ഒന്ന് പോയേ. ചുമ്മാ നീ ആർട്ടിക്കിളും വായിച്ചോ, നീ പഠിക്കുകയും ചെയ്തോ, സാധനം പറയൂലേ? സീരിയസ് തന്നെ? സീരിയസ് തന്നെ, സത്യം. പ്രോമിസ് പ്രോമിസ്. അപ്പൊ എനിക്ക് പഴംപൊരി ഉണ്ടാക്കി തരുമോ? ഉണ്ടാക്കി തരാമല്ലോ. എനിക്ക് എന്ത് വേണം? എനിക്ക് ബജി. ബജിയാ? ഏത് ബജി വേണം? ഉരുളക്കിഴങ്ങ് ബജിയോ? ഉരുളക്കിഴങ്ങ് ബജിയാ? എനിക്ക് പഴംപൊരി മതി. അതെന്താടി നിനക്ക് പഴംപൊരി? ബജി വേണ്ട. ബജി മതി. രണ്ടുപേർക്കും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരാം. നിനക്ക് പഴംപൊരി, നിനക്ക് ബജി, ഇത്രയല്ലേ വേണ്ടൂ. അത് അമ്മയേറ്റ്. ഞൊടിയിടയിൽ സാധനം തയ്യാർ. വെയിറ്റ് ചെയ്തോ. എന്തോന്ന്? ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടുവരാം. 2 സാധനം അമ്മ തന്നെയാണോ പറഞ്ഞിട്ട് പോയെ? പിങ്കി ഇത് ഒരുത്തിക്ക് ബജി, ഒരുത്തിക്ക് പഴംപൊരി. രവിയേട്ടന് പരിപ്പട വേണ്ടി വരുമോ? ചോദിച്ചിട്ടുണ്ടാക്കാം. ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ, ഇതെന്തോന്ന്? എന്തോന്ന് മണി ഇത് കാണിച്ചത്? ഇപ്പം വണ്ടി മറിഞ്ഞു വീഴുവായിരുന്നു. വണ്ടി മറിയൊന്നുമില്ല. എടുത്ത് ചാടുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രവിയേട്ടനെ ബജി വേണോ പഴംപൊരി വേണോ അതോ പരിപ്പട വേണോ? പഴംപൊരിയാ? നീ എന്തെങ്കിലും ഉണ്ടാക്കും മണി. അല്ല പറ, ഏതെങ്കിലും ഒരെണ്ണം. നീ എന്തുണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിക്കുമല്ലോ. നീ ഉണ്ടാക്കി ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 10 seconds മണി സാധനം റെഡി ആക്കിയിരിക്കും. നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കും. പറ. പഴംപൊരി ഉണ്ടാക്കും. ഉണ്ടാക്കട്ടാ? ശരിയേ, ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരാ. കേറ് വാ. വാ. നല്ല തലവേദന. കണ്ണൊക്കെ കഴിക്കണം ബുക്കി നോക്കി നോക്കി. നീ സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ പിങ്കി? മക്കളെ, ആ അച്ഛൻ ഇന്ന് പതിവില്ല നേരത്തെ എത്തിയോ? നേരത്തെയോ? ആണോ? അല്ല. അല്ലേ? ഇല്ല. പിങ്കി മോളെ, എന്ത് ഒരു വിഷമം? ഓ ഭയങ്കര കൈവേദന. കൈവേദനയും തലവേദനയും ഒക്കെ ഉണ്ട്. തലവേദനയോ? എക്സാം എടുക്കാറായില്ല അച്ഛാ, ഭയങ്കര ടെൻഷൻ എനിക്ക്. ഇത്രേ ഉള്ളു. അതിന് മോള് പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്ത്? പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ടീച്ചേഴ്സേ ഒരുമാതിരി ഇന്റേണൽ മാർക്ക് അത് ഇത് എക്സാമിന് ഇത്രയും മാർക്ക് വേണം അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടൂല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആക്കുന്നു. എന്റെ മോളെ, ഇത് ഈ എക്സാം ആവുമ്പം സ്വാഭാവികമാണ്, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ വലിയ പ്രഷർ ഒന്നും കൊടുക്കണ്ട. ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കണം. മോള് പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ശരിയായ എണ്ണയായിരുന്നോ കൈക്ക്? അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല. വടാവട്ടെ 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 ചൂട് വടാവട്ടെ. എന്തോ അമ്മ ഇത്? അമ്മ ഈ പഴംപൊരി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് എന്തിനമ്മ പരിപ്പോട് ഉണ്ടാക്കിയേ? അയ്യടാ, അങ്ങനെയൊക്കെ നിന്റെയൊക്കെ ഇഷ്ടത്തിന് ഉണ്ടാക്കാനേ എന്റെ പട്ടി വരും. ഞാനേ എനിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കും. മണി, അപ്പൊ എന്റെ ഞാൻ പറഞ്ഞു ദിവ്യേട്ടന്റെ കാര്യം ഞാൻ പരിഗണിച്ചല്ലോ. ഞാൻ വന്നപ്പോ ചോദിച്ചില്ലേ ദിവ്യേട്ടൻ എന്ത് വേണമെന്ന്? പരിഗണന മാത്രമേ നടക്കണുള്ളൂ. അല്ലെങ്കിൽ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടത്തിന് ഉണ്ടാക്കി തരയില്ല. അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെ. എന്തോന്നമ്മ? മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ തമാശക്കാണ് കേട്ടോ പട്ടി ഉണ്ടാക്കിയിരുന്നൊക്കെ. ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ സാധനം, ഒരാൾ പഴംപൊരി ഒരാൾ ബജി. നോക്കിയപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം. പരിപ്പുവടയാകുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. മാത്രമല്ല പരിപ്പുവടയ്ക്ക് പരിപ്പ് കുതിർത്താണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പരിപ്പുവടയ്ക്ക് പരിപ്പ് കുതിർക്കാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പി കണ്ടു. അതൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്നൊരു ആഗ്രഹം കൂടി വന്നു. അപ്പം കുറച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി കുറച്ച് പണി കൂടുതലുള്ളൊരു സാധനം ഞാൻ ഉണ്ടാക്കി. അതാണ് സത്യം. ബെസ്റ്റ് അമ്മ. അമ്മയ്ക്ക് എന്തെങ്കിലും ഞങ്ങളുടെ ഇഷ്ടത്തിനൊരു സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ടോ അമ്മ? ഇതിപ്പോ അമ്മ പരീക്ഷിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതല്ലേ, ഞങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെന്നല്ലല്ലോ. വെറുതെ അല്ല ഞങ്ങൾക്ക് അച്ഛനെ കൂടുതൽ ഇഷ്ടം. ഡേ, രാവന്തിയോളം നിനക്കൊക്കെ വേണ്ടി പണിയെടുക്കുന്ന എന്നെ ആർക്കും വേണ്ടല്ലേ? അച്ഛൻ മതിയല്ലേ? അമ്മ ഇപ്പൊ വേണ്ടെന്ന് നമ്മൾ ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? ഇതാണ് അമ്മയുടെ പ്രശ്നം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കാട് കയറി ചിന്തിക്കും. എന്നിട്ട് കുറ്റം മുഴുവൻ ഞങ്ങളുടെ തലയിൽ. മതി, ഇനി കൂടുതലൊന്നും പറയണ്ടാലും. തോന്നും മോളെ, ഇത് മക്കളെ അമ്മയ്ക്ക് അത് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ഫീൽ ആവാൻ മാത്രം ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛാ, കാര്യല്ലേ പറഞ്ഞത്. എന്നാലും അവള് കഷ്ടപ്പെട്ടുണ്ടാക്കിയില്ലേ. നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചിയൊക്കെ വെച്ച് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊന്നച്ച, ഞാൻ ഇവിടെ വെറുതെ ചുമ്മാ മുകളിലിരിക്കായിരുന്നു. അപ്പൊ പഴംപൊരി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് ഞാൻ ആ ഒരു മൂഡിൽ വരുമായിരുന്നു. ഞാനും
എന്തുമാത്രം കൊതിച്ചെന്നറിയോ ബജി കഴിക്കാനായിട്ട്? പോട്ടെ, ഇന്ന് കഴിക്കേ. അമ്മ നിങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതല്ലേ? ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെ കഴിക്കാം. ടേസ്റ്റൊക്കെ ഉണ്ട്. അച്ഛൻ പറഞ്ഞ ശരിയാണ്, നല്ല ക്രിസ്പി കൊള്ളാം സാധനം. കണ്ട, ഈ അമ്മയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്. അങ്ങനെ പറഞ്ഞ് കൊതിപ്പിച്ചോണ്ടല്ലേ. നാളെ പഴംപൊരി ഉണ്ടാക്കി തരാൻ പറയാം. ബജിയും ഉണ്ടാക്കി. ഇങ്ങനെ ചൂടാവുന്നല്ലേ ഉള്ളൂ. അവള് സത്യത്തിൽ പാവമല്ലേ? രവിയേട്ടാ, രവിയേട്ടാ ഇങ്ങോട്ട് നോക്ക്. മണി ചുമ്മാ ഇരി മണി, ഞാൻ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കല്ലേ. ഞാൻ പറയണ കേക്ക്. ഇങ്ങോട്ട് നോക്ക്. പിള്ളേരെ എന്നോട് നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മണിക്കുട്ടി, പിള്ളേർ എന്തെങ്കിലും തമാശ പറയാൻ നീ ആലി പിടിച്ചോണ്ടിരിക്കാണ്. നീ ഒന്ന് പോവോ മണി? ഞാൻ പോവാ. രവിയേട്ട ഒന്ന് കേക്ക്, ഞാൻ പറയണൊന്ന്. ഒന്ന് ശ്രദ്ധിക്കോ മണി? ഇതൊരു അർജന്റ് വർക്കാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ളതാണ്. എന്തോന്ന് അർജന്റ് വർക്ക്? എപ്പോഴും ബാങ്കിലെ കാര്യം, അത് പിന്നെ ചെയ്യാം. നിനക്ക് എന്തോന്ന് പറയാനുള്ളത്? എനിക്ക് എന്തോന്ന് പറയാനുള്ളത്? എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്ക് എന്തോന്ന് പറയാനുണ്ട്? കൂടി പോയാ ഉപ്പ് തീർന്നു, കുരുമുളക് ഇല്ല, കടുക് വാങ്ങിച്ചോണ്ടോ, ഇതൊക്കെയല്ലേ ഉള്ളൂ. രവിയേട്ടാ, നിങ്ങൾ രാവിലെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്. രവിയേട്ടന്റെ പിള്ളേരെ പാടിന്. എനിക്കൊരു കാര്യം ആരോടും പറയാനില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാണ്. എനിക്ക് എന്തൊക്കെ ചിന്തകളുണ്ടെന്നറിയോ? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആശ്വാസം കിട്ടുമായിരുന്നു. പറയാൻ സമ്മതിക്കൂല. മണി, നീ പറഞ്ഞ കേട്ട് കഴിഞ്ഞാ നീ എന്റെ അടുത്ത് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. നീ ഒന്ന് ശല്യം ചെയ്ത പോ മണി. രവിയേട്ട ശല്യപ്പെടുത്തുന്നതല്ല, ഇച്ചിരി നേരം സമാധാനത്തിൽ സംസാരിച്ചു. എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ മാറ്റി വെച്ചുകൂടായിരുന്നോ? എന്തൊരു കഷ്ടമാണിത് മണി. രവിയേട്ടാ ഇങ്ങോട്ട് നോക്കിയേ. രവിയേട്ടന്റെ കാര്യം, പിള്ളേരെ കാര്യം. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കഴിയാന്നുള്ള ചിന്ത ആർക്കെങ്കിലും വരാറുണ്ട് ഇടയ്ക്കെങ്കിലും? കുറച്ചു നേരം ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും ഫ്രീ ആവൂലേ? എനിക്കൊരു സമാധാനം ഉണ്ടാവൂലേ? ഇപ്പൊ തന്നെ എന്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് രവിയേട്ടൻ അറിയാമോ? എന്റെ മണി, ഇവിടെ നിന്റെ കാര്യം എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എനിക്കൊരു അർജന്റ് ആയിട്ട് ചെയ്യാനുള്ള വർക്കാണ്. ആ പിള്ളേർ എന്തോ പറഞ്ഞു പറഞ്ഞു അതിലും പിടിച്ചോണ്ട് വന്നിട്ട് അതിന്റെ കംപ്ലൈന്റ് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പൊ നീ പോ. ഇപ്പൊ നിന്റെ സംസാരിച്ചോണ്ടിരിക്കാൻ ഞാൻ സംസാരിക്കണ്ട. തെറ്റി. മക്കളെ, അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാ? അച്ഛൻ ഇപ്പൊ അമ്മയോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. അത് പിന്നെ ശരിയല്ലേ. അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെയാണ്. പിന്നെ അത് കേറി 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 അങ്ങ് പോവും. പിന്നെ അച്ഛന്റെ സമയം പോവും, ഞങ്ങളുടെ സമയവും പോവും. അത് ശരിയാണ് അമ്മ. ഇനിയിപ്പൊ ഇതും പറഞ്ഞ കേട്ടോണ്ട് അമ്മ അതിൽ പിടിച്ച് തൂങ്ങാൻ നിൽക്കണ്ട. വെറുതെ കഥ വിളമ്പാതെ പോയ അമ്മ ഒരുപാട് പഠിക്കാണ്ട്. പോയേ, ഡിസ്റ്റർബ് ചെയ്യാതെ. മണി, മണിയേ, മണി, മണിക്കുട്ടി, ഇവിടെ എങ്ങും ഇല്ലേ? മണിയേ, മണി എവിടെ പോയി കിടക്കണമെന്തോ? മണി, ഇവിടെ ഇല്ല. മണിക്കുട്ടി, മണി, ഡീ, മണി, മണിക്കുട്ടി, മണി, മണി, ആ മക്കളെ, അമ്മ എവിടെ? അമ്മ അമ്മ കണ്ടില്ല. അമ്മ താഴെ കാണുമല്ലോ. താഴെ ഇല്ല, താഴെ ഇല്ല. ഇനി ആ സൈഡിലുണ്ടോ? അവിടെ കാണും. മണി, കിച്ചണിൽ നോക്ക്. പോയിരിക്കും. മണി, ഒന്നുമില്ല. മക്കളെ, ഇനി വന്നേടാ. മോളെ, കണ്ടോ? അമ്മ എവിടെയെങ്കിലും കണ്ടില്ല. കണ്ടില്ലേ? ഇല്ല. ഇവിടെ പോയാ ഇവിടെ പോവാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം.
ബാക്കിലോട്ടൊന്ന് പോയി നോക്കാം പുറകുവശത്ത്. അവിടെയൊക്കെ ഞാൻ നോക്കി. ഞാൻ ഒന്നുകൂടി പോയി നോക്കാം അച്ഛാ. എവിടെ പോയി? എന്തോ അയ്യോ മോളെ, എനിക്ക് എന്തോ പോലെ വരണം. എനിക്ക് ഒരു ലക്ഷം വെള്ളം വേണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായച്ചാ? ഇല്ല. പിന്നെ അവളിവിടെ വന്ന് ഞാൻ ഇവിടെ ഒരു അർജന്റ് ഫയൽ ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ അവള് വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ പരിഭവം പറയാൻ വന്നത് ഞാൻ കേട്ടില്ല. മാത്രല്ല ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു. അവൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഉറപ്പാണ്. അമ്മ ഇനി വല്ല കടയിലും പോയി കാണോ? ഇല്ല, കടയിൽ പോവില്ല. എവിടെ പോയാലും പറഞ്ഞിട്ടില്ല അവള് പോകുള്ളൂ. വെള്ളം കുടിക്കും. അച്ഛാ, കത്ത്. കത്താ? റിങ്കി, റിങ്കി, കത്താ? എടീ, ഒരു കത്ത്. വായിക്കേ. കത്തോ? അവിടെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ നോക്കി. ശോ. അയ്യോ, അമ്മ ഭജനയ്ക്ക് പോയിരിക്കാൻ പോകുന്ന ഒരാഴ്ച. ഒരാഴ്ച പോയിട്ട് ഒരു മിനിറ്റ് പോലും അവൾ ഇവിടെ ഇല്ലാതെ എനിക്ക് പറ്റൂല. എനിക്ക് എന്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റൂല. അമ്മയ്ക്ക് അത്രയ്ക്ക് സങ്കടം വന്നിട്ടായിരിക്കും പോയേ. നമ്മൾ പറഞ്ഞ് കുറച്ച് ഓവറായി പോയില്ലേടി? നല്ല ഓവറായി. മക്കളെ, എനിക്കെന്തോ വല്ലായ്മ. എനിക്കൊന്ന് കിടക്കണം. എന്താ ടീച്ചർ? എനിക്ക് കിടക്കണം. പിടിക്കണോ? വിടുമോളെ? ഇല്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടാ. ആ ഫോണെടുത്ത് അമ്മയൊന്ന് വിളിച്ചാണ്. അച്ഛന്റെ ഫോണുണ്ട്. അച്ഛാ, സ്വിച്ച് ഓഫ് അമ്മയുടെ ഫോണ്. ചെയ്യാനാ? അമ്മ ഒരാഴ്ച തിരിച്ചു വരുമെന്നാണല്ലോ ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. എന്റെ മോളെ, ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച പോയിട്ട് ഒരു നിമിഷം പോലും അവളില്ലാതെ എനിക്ക് പറ്റൂല. പിന്നെ അവളൊരു പാവം പെണ്ണാണ്. ഒരു ലോക വിവരമൊന്നുമില്ല. അവൾ ഇത്ര ദൂരം ഒരുമിച്ച് യാത്ര ചെയ്തിട്ടൊന്നുമില്ല. ഇത് ഞങ്ങൾക്ക് പറ്റുമോ അച്ഛാ അമ്മയെ കാണാതെ? അച്ഛൻ ഞങ്ങൾക്ക് ഉണ്ടാച്ച വിഷമം അമ്മയില്ലാതെ ഞങ്ങൾക്ക് പറ്റൂല. എന്നാലും എന്റെ മണിക്കുട്ടി, അതെ, ഞാനും അവൾക്ക് ദേഷ്യപ്പെട്ടു. അതാ പറ്റിയത്. ഞങ്ങളും എന്തൊക്കെ വിളിച്ച് പറഞ്ഞു. അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഒരു വാക്ക് പോലും പറയാതെ അവള് പോയി കളഞ്ഞു. അതിന് ഞാൻ എങ്ങും പോയിട്ടില്ലല്ലോ. അമ്മയുടെ ശബ്ദമല്ലേ കേക്കണേ? മണി, ഇവിടെ എവിടെ? മുകളിലോട്ട് നോക്ക്. എന്തോ ഇതെങ്ങനെ വലിഞ്ഞു കേറി? നീ എങ്ങനെ കയറി? കുറച്ച് നോക്കൊന്നും വേണ്ട. ഞാൻ ഇവിടുന്ന് പോവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ, എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി കയറിയതാ. എന്നാലും സമ്മതിച്ചമ്മ, ഇത്രയും വേണ്ടായിരുന്നു. ഞാൻ കണ്ടു നിങ്ങൾ മൂന്നുപേരും ഇരുന്ന് കരയണത്. ഇറങ്ങി വാ. ആയിക്കോട്ടെ. അയ്യോ ചേട്ടാ, ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂല. നീ എങ്ങനെ കയറി? ഞാനേ ഒരു ആവേശത്തിലങ്ങ് കേറിപ്പോയി. ഇറങ്ങാൻ പറ്റണില്ല. എന്നെ ഒന്ന് ഇറക്കാൻ ഹെൽപ്പ് ചെയ്യ്. ഇതൊരുമാതിരി മറ്റേ മിസ്റ്റർ ബട്ട്ലർ സിനിമയിലെ അമ്മച്ചെ കെട്ടി ഇറക്കിയാണെങ്കിൽ ഇറക്കേണ്ടി വരുമല്ലോ പോവാന്. പോടി രവിയേട്ടാ, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യ്. ഞാൻ എങ്ങനെ ഇറങ്ങും? മണി, നീ അവിടെ ഇരി. ഞാനേ ലാഡർ എടുത്തോണ്ടിരാ. പിടിച്ചിരിക്കണേ. അമ്മ എന്തായാലും അമ്മ ഗുരുവായൂരിൽ ഭജന ഇരിക്കാൻ പോയതല്ലേ, അവിടെ കുറച്ചു നേരം ഭജനയൊക്കെ കൂടിയിട്ട് പതുക്കെ ഇറങ്ങിയാൽ മതി കേട്ടാ. ഞാൻ പോണേ. ഞാനും പോണു. ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന അവിടെ ഇരുന്നോ?